ഷെയർ മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങൾക്കുള്ള ഒരു 15 ടിപ്പുമായിട്ടാണ് ഇന്ന് RupeeMonk എത്തിയിട്ടുള്ളത്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തരുന്നത് ഞാനാണ്. ഞാൻ പേഴ്സണലി അങ്ങനെ കാര്യമായിട്ട് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഇപ്പോൾ ഒരു ജോലിയിൽ ഏർപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈ ട്രേഡിംഗ് നടത്താനുള്ളൊരു സമയസാവകാശം അതിനുള്ള ഒരു ഇതൊന്നും ഫോക്കസൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നമ്മളൊരു വെക്കേഷൻ എടുത്തിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഒരു ലീവൊക്കെ എടുക്കുന്ന സമയത്തൊക്കെയാണ് ഈ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാറ്. പക്ഷേ ഈ അടുത്ത് നമ്മളുടെ ഓണം വെക്കേഷന് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്തു. അപ്പോൾ നമ്മളുടെ സാധാരണക്കാർ വരുത്താൻ സാധ്യതയുള്ള കുറേ തെറ്റുകൾക്ക് പരിഹാരങ്ങളാവാവുന്ന ഒരു 15 കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ ഒരു സ്റ്റോക്ക് വാങ്ങുക, എന്നിട്ടത് വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വിൽക്കുക. അല്ലെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ സ്റ്റോക്ക് വിൽക്കുക, എന്നിട്ട് വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അത് തിരിച്ചു വാങ്ങുക. അങ്ങനെ വാങ്ങലും വിൽക്കലും സെയിം മാർക്കറ്റ് സെഷനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്രേഡിങ്ങിനെയാണ് എന്ത് പറയുക? ഇൻട്രാഡേ എന്ന് പറയാം. അതായത് ഇൻട്രാഡേയുടെ ലാഭവും നഷ്ടവും അതേ ദിവസം തന്നെ അറിയാനായിട്ട് പറ്റും. റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റും, അല്ലേ? അതാണ് ഇൻട്രാഡേയുടെ ഗുണവും ദോഷവും. നമുക്ക് ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്ക് ലാഭം എടുത്ത് സേഫായിട്ട് നിൽക്കാം. നഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇൻട്രാഡേയിലാണ് കൂടുതലുള്ളത്. സേഫായിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനുള്ള ഒരു 15 ടിപ്പുകളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3:20 മുൻപ് തന്നെ താങ്കളുടെ പൊസിഷനുകൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്ന് ഒരു 9:15 ആവുമ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ +100 എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പൊസിഷൻസിൽ 100 ക്വാണ്ടിറ്റി നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ ഒരു എൻട്രി അവിടെ വന്നിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ പൊസിഷൻ എന്ന് പറയുക. അതേസമയം തന്നെ നമ്മളൊരു സ്റ്റോക്ക് 100 ക്വാണ്ടിറ്റി വിറ്റു എന്നുണ്ടെങ്കിൽ -100 എന്ന് പറഞ്ഞിട്ട് പൊസിഷനിൽ വരും. അതായത് 100 ക്വാണ്ടിറ്റി നമ്മൾ വിറ്റിട്ടുണ്ട്, അത് തിരിച്ച് വാങ്ങേണ്ടതാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഇൻട്രാഡേ ട്രേഡുകളെല്ലാം തന്നെ അതാത് ദിവസം 3:20 മുൻപ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ക്ലോസ് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക? ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ നിങ്ങൾക്ക് വേണ്ടി ആ സമയത്തെ വിലയ്ക്ക് ആ ട്രേഡുകൾ ക്ലോസ് ചെയ്യുകയും അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്തൊരു പ്രൈസിനായിരിക്കും അത് ക്ലോസ് ചെയ്ത് പോവുക. അതുമാത്രമല്ല, ഈ ബ്രോക്കർ 50 രൂപ മുതൽ 75 രൂപ വരെ ഉള്ള ഒരു ചാർജ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫൈനായിട്ട് ഈടാക്കുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ഇൻട്രാഡേ പൊസിഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 3:15 3:20 മുൻപ് തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ്, ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം ഒരു ഇൻട്രാഡേ ട്രേഡ് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കൊരു ഫലപ്രാപ്തി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാവും നല്ലതെന്നാണ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അതായത് ഇൻട്രാഡേ ട്രേഡിൻ്റെ പ്രത്യേകത എന്താ? നമ്മളതിൽ ഫോക്കസ് ചെയ്ത് തന്നെ ഇരിക്കണം, നമ്മളതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഇരിക്കണം, അല്ലേ? നമ്മളത് നോക്കി തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ 1 മണിക്കൂറൊക്കെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു വില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്ത് ആ ലാഭം എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ കാര്യം, കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിന് ടിപ്പുകൾ തരുന്ന ധാരാളം സർവീസുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ടെലിഗ്രാം ഗ്രൂപ്പുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നത് അവരുടേതായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സും അവരുടേതായിട്ടുള്ള കുറേ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതൊക്കെ. പക്ഷേ നമ്മൾക്കത് കൃത്യമായിട്ട് നമ്മളതിനെ ഡൈജസ്റ്റ് ചെയ്തില്ല, നമ്മളത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവർ പറയുന്ന കോളുകളോ ടിപ്പുകളോ ഒന്നും ഫലപ്രദമാവണമെന്നില്ല. ചിലപ്പോൾ അത് എതിരായിട്ട് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്? ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയിട്ടാണ്. ഈ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയിട്ട് ഞാനൊക്കെ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി പഠിച്ച് തുടങ്ങിയതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ സെറോദ വേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് വെച്ചിട്ടാണ്. സെറോദ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കൗണ്ട് ബ്രോക്കറാണ് സെറോദ. സെറോദയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ സെറോദയുടെ വേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ബ്ലോഗ് സീരീസ് സെറോദ തരുന്നുണ്ട്. അത് വെച്ച് അതിലെ പ്രത്യേകിച്ചും ടെക്നിക്കൽ അനാലിസിസ് സെക്ഷൻ പഠിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം ഒരു സ്പെസിഫിക് ടാർഗറ്റ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യായിരിക്കും നല്ലത് എന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന് ഞാനൊരു 2000 രൂപ ലാഭം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ട്രേഡിംഗ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ലാഭം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എക്സിറ്റ് ആവുമായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു തരാം. ഒരു 100 രൂപയുടെ ഷെയർ 1000 എണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 1,00,000 രൂപയാണ് നമ്മളതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഈ 1,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് 2000 രൂപ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാമെന്ന് നമ്മളൊരു മുൻപേ തന്നെ ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഈ 100 രൂപയ്ക്ക് വാങ്ങിയ 1000 ഷെയർ എപ്പോൾ 102 രൂപയാവുന്നുവോ അപ്പോൾ നമുക്ക് എത്രയാവും? 2000 രൂപ ലാഭം കിട്ടും അല്ലേ. അത് അങ്ങനെ ഒരു ടാർഗറ്റ് മനസ്സിലുണ്ടായിട്ട് ട്രേഡ് ചെയ്യുകയായിരിക്കും നല്ലത്. അങ്ങനെ ആ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ 103 ആവുമോ 104 ആവുമോ എന്നുള്ളതൊന്നും നോക്കിയിരിക്കുന്നത് അത്ര ഗുണകരമാവില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ അത്യാഗ്രഹം ഒഴിവാക്കിയിട്ട് അപ്പോൾ തന്നെ അത് പൊസിഷൻ ക്ലോസ് ചെയ്ത് ആ ലാഭം എടുക്കുക എന്നുള്ളത് നല്ലൊരു രീതിയാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റോപ്പ് ലോസ് എടുക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ മുൻപ് പറഞ്ഞ എക്സാമ്പിളിലെ 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള 1000 ഷെയർ 102 എത്തിയാൽ നമ്മൾ വിൽക്കാനാണ് ഉദ്ദേശിച്ചത് അല്ലേ. അതല്ല, ഇത് 102 എത്തിയില്ല, 99 എത്തുന്നത്, അല്ലെങ്കിൽ 100-ൽ നിന്ന് താഴോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരും അല്ലേ. അപ്പോൾ ഈ 100-ൽ നിന്ന് 99-ലേക്ക് പോകുന്നത് 98 ആവാം, 97 ആവാം, 96 ആവാം, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എമൗണ്ട് നഷ്ടമാണ് വരിക. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും 2 രൂപ ടാർഗറ്റ് വെച്ചു എന്നുള്ളത് പോലെ തന്നെ നമ്മൾക്ക് സഹിക്കാവുന്ന നഷ്ടം എത്രയാണ് എന്നുള്ളതും കൂടെ പറയുന്നത് നന്നായിരിക്കും. അതിനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറയുക. അപ്പോൾ 100 രൂപയുടെ ഷെയർ താഴ്ന്ന് ഒരു 99 ആകുമ്പോൾ ഞാനിത് വിൽക്കാം, എന്നിട്ട് ഒരു ഷെയറുമേൽ 1 രൂപ വെച്ച് 1000 രൂപ നഷ്ടം വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് 99 എന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് എന്ന് ഞാൻ പറയുന്നത്. അടുത്തത് ആവറേജിങ് ചെയ്യരുത് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ആവറേജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ 100 രൂപയ്ക്ക് ഇപ്പോൾ 1000 ഷെയർ വാങ്ങി, അത് ഒരു 98 ആയപ്പോൾ വീണ്ടും 1000 വാങ്ങിയിട്ട് ഇതിൻ്റെ ആവറേജ് പ്രൈസ് അപ്പോൾ എത്രയും 2000 ഷെയർ 99 രൂപയ്ക്ക് എന്നുള്ള രീതിയിൽ ആവറേജ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിലാണ് എന്നുണ്ടെങ്കിൽ അത് 98, 97, 96-ലേക്കൊക്കെ പോകും. അപ്പോൾ നമുക്ക് കൂടുതൽ നഷ്ടങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ചുമ്മാ കുറേ ട്രേഡ് ചെയ്തിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ലാതെ ആവറേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ തന്നെ മേളിലേക്കും, അതായത് 100 എന്നുള്ളത് 102 ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്തു, 102 ആയി. അപ്പോൾ നമ്മൾ ലാഭം എടുക്കാൻ നിന്നില്ല, വീണ്ടും ഒരു 1000 ഷെയറും കൂടെ 102-നും കൂടെ വാങ്ങി. അപ്പോൾ എത്രയായി? ആവറേജ് 101 രൂപ വെച്ച് 2000 ഷെയർ എന്നായി അല്ലേ. അത് 103 ആയി കഴിഞ്ഞാൽ നമുക്ക് ലാഭമുണ്ട്, കൂടുതൽ ലാഭമുണ്ട്, 4000 രൂപ ലാഭം കിട്ടും. പക്ഷേ അത് വീണ്ടും ഒരു താഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുൻപ് കിട്ടിയിരുന്ന ലാഭം പോലും പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ മേളിലേക്കും താഴേക്കും ഒന്നും ആവറേജ് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ അത്ര ബുദ്ധിപരമല്ല എന്നുള്ളതാണ് റുപ്പീമോങ്കിൻ്റെ അഭിപ്രായം. ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. കുറച്ചുകൂടെ വലിയ ടിപ്പുകൾ വരുന്നുണ്ട്. നിങ്ങളിതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വരുത്തിയിട്ടുള്ള തെറ്റുകൾ, അതായത് ഷെയർ ട്രേഡിംഗ് നടത്തുന്ന സമയത്ത് വരുത്തിയിട്ടുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തു. അടുത്തത് എൻട്രി എക്സിറ്റിനെ പറ്റിയിട്ടാണ്. എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സ്റ്റോക്കിലേക്ക് എൻ്റർ ചെയ്യുന്നത് എത്ര രൂപയിലാവണം എന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായിട്ടൊരു എൻട്രി പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ചിട്ട് ആ പ്രൈസ് വരുമ്പോൾ മാത്രം എൻ്റർ ചെയ്യുക എന്നുള്ളതായിരിക്കും നന്നാവുക. അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തിൽ ഷെയർ 100 രൂപയാകുമ്പോൾ വാങ്ങിയിട്ട് 102-ന് വിൽക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് 100 രൂപയാവുന്നത് വരെ ഒരു സംയമനം പാലിക്കുക, എന്നിട്ട് മാത്രം വിറ്റാൽ മതി. അതായത് ഈ ഷെയറുകൾ ചുമ്മാ അങ്ങ് കയറിപ്പോവുക, ചുമ്മാ അങ്ങനെ ഇറങ്ങി വരികയൊന്നും ചെയ്യില്ല. അതിന് ഓരോ റേഞ്ചുകളുണ്ട്. ആ റേഞ്ചുകൾക്കനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതായത് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഷെയർ 100-ലെത്തുമ്പോൾ മാത്രം വാങ്ങേണ്ട കാര്യമുള്ളൂ. ഷെയർ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നമ്മൾ ആരെങ്കിലും മേടിച്ച് പോയി ഷെയർ അവസാനിച്ചൊന്നും പോവില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ എൻട്രി കൃത്യമായിട്ടുള്ള എൻട്രിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ പ്രൈസ് വരുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ
കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു എക്സിറ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 100 എന്നുള്ളത് 102 ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് ആ ഷെയറിൻ്റെ പോക്ക് കണ്ടിട്ട് 102 എത്താനുള്ള സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ 101 രൂപ 50 പൈസയിലോ 101 രൂപ 70 പൈസയിലോ വെച്ചിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ലാഭം എടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു എൻട്രിയും എക്സിറ്റും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളിൽ ഈ 99 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ഷെയർ 100 രൂപയിൽ വരുമ്പോൾ നമ്മൾ എൻട്രി ചെയ്തിട്ട് 102 രൂപയാകുമ്പോൾ വിൽക്കാം എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് 100 വരുമ്പോൾ മാത്രം എൻട്രി ചെയ്താൽ മതി. ചിലപ്പോൾ 99 നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അന്നത്തെ ഒരവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഷെയറിൻ്റെ വിലയുടെ ആ ഒരു രീതി അനുസരിച്ച് ചിലപ്പോൾ 99 നിന്ന് 97 പോവുകയായിരിക്കും ചെയ്യുക. അപ്പോൾ നമ്മളുടെ എൻട്രി പ്രൈസിൻ്റെ സമയത്ത് മാത്രം വാങ്ങുകയും എക്സിറ്റ് പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള റേഞ്ചിൽ എത്തുമ്പോൾ മാത്രം വിൽക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊന്നാണ് ഓവർ ട്രേഡിംഗ് എന്ന് പറയും. ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലാവാം. നമ്മൾ ഒരേ ദിവസം തന്നെ പല സ്റ്റോക്കുകളിൽ പല എൻട്രികൾ എടുക്കും. അതേപോലെ ഒരേ സ്റ്റോക്കിൽ തന്നെ പല പ്രൈസുകളിൽ എൻ്റർ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് കുറച്ചൊരു പ്രശ്നമാണ്. അതായത് നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളൊന്നും ചുവാവില്ലല്ലോ. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് ആ ഒരു രീതിയാണ് ഓവർ ട്രേഡിംഗ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ലാഭം ഈ ഫോക്കസ് കുറവുകൊണ്ട്, നമ്മുടെ ആ ശ്രദ്ധ കുറവുകൊണ്ട് നഷ്ടമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓവർ ട്രേഡിങ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. അടുത്ത ടിപ്പാണ് കുറേ പേര് നമ്മളോട് വാട്സപ്പിലോട്ട് ചോദിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് സർവീസ് ആയിട്ടുള്ള RupeeMonk സർവീസിലേക്ക് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഏത് ടൈം ഫ്രെയിമാണ് ഈ ചാർട്ട് നോക്കാനായിട്ട് ഇൻട്രാഡേയിൽ നോക്കേണ്ടത് എന്നുള്ളത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് 5 മിനിറ്റിൻ്റെയും 15 മിനിറ്റിൻ്റെയും ടൈം ഫ്രെയിമുകളാണ്. അതാണ് ഒരു ഇൻട്രാഡേക്ക് യോജിച്ചത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ 5 മിനിറ്റിൻ്റെയും 15 മിനിറ്റിൻ്റെയും ചാർട്ടുകൾ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യായിരിക്കും നന്നാവുക. അടുത്തതായിട്ട് നമ്മളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചുള്ള ഒരു പൊസിഷൻ സൈസിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര ഷെയർ വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലാഭത്തിനെ മാത്രം നോക്കിക്കൊണ്ടാവരുത്. നമ്മളുടെ കയ്യിൽ നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള എമൗണ്ട് എത്രയാണോ, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ലാത്ത എമൗണ്ട് എത്രയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എത്ര ഷെയർ വാങ്ങും എന്ന് നോക്കാൻ. ഇപ്പോൾ നമ്മൾക്ക് 100 രൂപയുടെ 1000 ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ അതായത് ക്യാഷ് ആൻഡ് ക്യാരി, അതായത് നമ്മളിപ്പോൾ ഒരു ഡെലിവറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ വേണമെങ്കിലും ഈ ഇൻട്രാഡേ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രോക്കർ നമുക്ക് തരുന്ന മാർജിൻ അനുസരിച്ച് നമ്മൾക്ക് ചിലപ്പോൾ ഒരു എത്രയാണ് 20,000 രൂപയൊക്കെ ചിലപ്പോൾ മതിയാവും. അപ്പോൾ അത് ഈ 1000 ഷെയർ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയെങ്കിലും എമൗണ്ട് നമ്മളുടെ കയ്യിൽ വേണം അല്ലേ. അപ്പോൾ ആ ഒരു എമൗണ്ടിനനുസരിച്ചുള്ളൊരു പൊസിഷൻ സൈസിങ്ങും അതിനനുസരിച്ച് ലാഭവും നഷ്ടവും ഒക്കെ തീരുമാനിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ മറ്റൊരു ടിപ്പ്. 11ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അതായത് 9:15 മാർക്കറ്റ് തുടങ്ങും, ഉടനെ തന്നെ ചെന്ന് ഒരു ഇൻട്രാഡേ ട്രേഡ് നടത്തേണ്ട കാര്യമൊന്നുമില്ല. മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത്, മാർക്കറ്റിൻ്റെ അന്നത്തെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് മാർക്കറ്റ് ചില സമയത്ത് പോസിറ്റീവ് രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും, ചില സമയത്ത് താഴ്ന്ന നെഗറ്റീവ് രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് സെറ്റിൽ ചെയ്യുന്നതിനനുസരിച്ച് വേണം നമ്മളുടെ ട്രേഡ് തീരുമാനിക്കാൻ. അപ്പോൾ മാർക്കറ്റ് സെറ്റിൽ ആവുന്നതിന് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു 9:25 ആവുമ്പോൾ മാർക്കറ്റ് ഏകദേശം ഒരു ഡയറക്ഷൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയത്തൊക്കെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നന്നായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അടുത്തത് റൈറ്റ് പ്രോഫിറ്റ് കട്ട് ലോസസ് എന്ന് പറയും. റൈറ്റ് പ്രോഫിറ്റ് കട്ട് ലോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ലാഭം കിട്ടുന്നൊരു ഷെയറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലാഭത്തിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നോക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, 100 രൂപ നമ്മൾ 2 രൂപ ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ വളരെ പോസിറ്റീവാണ്. ഈ 102 എന്നുള്ള 103, 104, 105 ഒക്കെ ആവാനുള്ള സാധ്യത നിങ്ങളുടെ ആ ഒരു അനാലിസിസിൽ നിന്ന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 102-ൽ നമ്മൾ ഒരു പകുതി ക്വാണ്ടിറ്റി വിൽക്കുക. 500 ക്വാണ്ടിറ്റി 102-ൽ വിറ്റ് 1000 രൂപ ലാഭം മാറ്റി വയ്ക്കുക. പിന്നെ 103-ൽ വരുമ്പോൾ വീണ്ടും ഒരു 250 ക്വാണ്ടിറ്റി വിൽക്കുക. 104-ൽ മറ്റൊരു 250 ക്വാണ്ടിറ്റി വിൽക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യിക്കാനുള്ള ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ
നമ്മളുടെ ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ട് ചെയ്ത് മുന്നോട്ട് പോവുമായിരിക്കും. ഒരു സേഫ് ട്രേഡിങ്, അതായത് സുരക്ഷിതമായിട്ട് ട്രേഡ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം എന്നുള്ളതാണ് അടുത്തത്. അതായത് നമ്മൾ 98 ടാർഗറ്റ്, അല്ലെങ്കിൽ 100 എന്നുള്ളത് 102 ഉദ്ദേശിച്ചതിന് നമ്മൾ ഷെയർ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയെങ്കിലും 99 ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 99 തന്നെ അത് പോട്ടെ. പിന്നെ അത് താഴേക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് ചിലപ്പോൾ കൂടുതൽ നഷ്ടങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ നഷ്ടം വരുമ്പോൾ പെട്ടെന്ന് ഒഴിവാവുകയും ലാഭം വരുമ്പോൾ പെട്ടെന്ന്, അതായത് കൂടുതൽ ലാഭത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവണം. അതായത് നമ്മൾക്ക് ഇത് നമ്പറുകളുടെ കളിയും മാത്രമൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ ഈ മാർക്കറ്റ് കയറിയും ഇറങ്ങിയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾക്ക് വളരെയധികം ടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും കേട്ടോ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻട്രാഡേക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ പലതരം സ്ട്രാറ്റജികളുണ്ട് അല്ലേ. ഇപ്പോൾ വോള്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസുകളെ ബേസ് ചെയ്തുകൊണ്ട്, റീട്രേസ്മെൻറ്റുകളെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ പലതരം സ്ട്രാറ്റജികളുണ്ട്. നമുക്ക് പറ്റുന്ന ഒരു സ്ട്രാറ്റജിയിൽ കൃത്യമായിട്ടുള്ള അറിവുണ്ടായതിന് ശേഷം ട്രേഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും നല്ലത്. അവസാനത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ ഈ ഫഹദ് ഫാസിലിൻ്റെ അച്ഛനായിട്ടുള്ള അദ്ദേഹം ഈ ഫഹദ് ഫാസിലിനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ട്രേഡിങ് പഠിക്കാനേ പറ്റുള്ളൂ, പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലൊരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു കേപ്പബിലിറ്റിയോ ഇല്ല എന്നുണ്ടെങ്കിൽ ഗുണകരമാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സ്വന്തമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിനുള്ള സപ്പോർട്ടുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ്ക് RupeeMonk സർവീസിനെ കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 വീഡിയോകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ വീഡിയോകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് ചോദിക്കുകയും ചെയ്യാം.